US സിറ്റിസൺഷിപ്പ് ആൻഡ് ഇമിഗ്രേഷൻ സർവീസസ് ദശലക്ഷക്കണക്കിന് ആളുകളെ സഹായിക്കുന്നതിനായി പുതിയ ഓൺലൈൻ സംവിധാനം ആരംഭിച്ചിരിക്കുകയാണ്. ഗ്രീൻ കാർഡുകൾ, വർക്ക് പെർമിറ്റുകൾ, പൗരത്വം എന്നിവ ലഭിക്കുന്നത് കൂടുതൽ വേഗത്തിലാക്കാൻ ലക്ഷ്യമിട്ടാണ് ഈ സംവിധാനം രൂപകൽപ്പന ചെയ്തിരിക്കുന്നത്. പണ്ട് ആളുകൾ പേപ്പർ ഫോമുകൾ തപാൽ വഴി അയക്കണമായിരുന്നു. ഇത് പലപ്പോഴും വൈകാനും ചിലപ്പോൾ രേഖകൾ നഷ്ടപ്പെടാനും കാരണമായിരുന്നു. ഇപ്പോൾ എല്ലാം ഒരൊറ്റ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമിൽ ലഭ്യമാണ്. അപേക്ഷകർക്ക് ഇനി കമ്പ്യൂട്ടറിൽ നിന്നോ ഫോണിൽ നിന്നോ നേരിട്ട് രേഖകൾ അപ്ലോഡ് ചെയ്യാം. ഫീസുകൾ ഓൺലൈനായി സുരക്ഷിതമായി അടക്കാം. തങ്ങളുടെ അപേക്ഷയുടെ പുരോഗതി തത്സമയം നിരീക്ഷിക്കാനും ഓരോ 24 മണിക്കൂറും അപ്ഡേറ്റുകൾ കാണാനും സാധിക്കും. ഗവൺമെന്റിന് കൂടുതൽ വിവരങ്ങൾ ആവശ്യമാണെങ്കിൽ അവർ നിങ്ങളുടെ ഓൺലൈൻ അക്കൗണ്ടിലേക്ക് ഒരു അറിയിപ്പ് അയക്കും. നിങ്ങൾക്ക് ആവശ്യമായ തെളിവുകൾ ഉടൻ തന്നെ അപ്ലോഡ് ചെയ്യാൻ കഴിയും. ഇത് തപാൽ വഴി അയക്കുമ്പോൾ ഉണ്ടാകുന്ന ആഴ്ചകളോ മാസങ്ങളോ നീളുന്ന കാലതാമസം ഒഴിവാക്കാൻ സാധിക്കും. പുതിയ സംവിധാനം തെറ്റുകൾ ഒഴിവാക്കാൻ ആളുകളെ സഹായിക്കുന്നതാണ് മറ്റൊരു പ്രത്യേകത. നിങ്ങൾ ഒരു ഒപ്പോ രേഖയോ വിട്ടുപോയാൽ അപേക്ഷ സമർപ്പിക്കുന്നതിന് മുമ്പ് സിസ്റ്റം നിങ്ങൾക്ക് മുന്നറിയിപ്പ് നൽകും. നിങ്ങൾക്ക് വിവരങ്ങൾ പൂർത്തിയാക്കാൻ സമയം വേണമെങ്കിൽ അപേക്ഷ സേവ് ചെയ്ത് വെക്കാനും പിന്നീട് പൂർത്തിയാക്കാനും സാധിക്കും. ഈ പുതിയ സംവിധാനത്തിൽ ഉൾപ്പെടുത്തിയിരിക്കുന്ന പ്രധാന ഫോമുകൾ ഗ്രീൻ കാർഡ് പുതുക്കൽ I-90, വർക്ക് പെർമിറ്റുകൾ I-765, ഫാമിലി പെറ്റീഷനുകൾ I-130, പൗരത്വത്തിനായുള്ള അപേക്ഷകൾ N-400, യാത്രാരേഖകൾ I-94 എന്നിവയാണ്. അപേക്ഷാ പ്രക്രിയ എളുപ്പമാക്കുന്നുണ്ടെങ്കിലും ഗവൺമെന്റ് നിയമങ്ങൾ കൂടുതൽ കർശനമാക്കുകയാണ്. പുതിയ അമേരിക്ക ഫസ്റ്റ് പദ്ധതിക്ക് കീഴിൽ തട്ടിപ്പുകൾ തടയുന്നതിനും സുരക്ഷ വർദ്ധിപ്പിക്കുന്നതിനും ഉദ്യോഗസ്ഥർ അപേക്ഷകൾ വളരെ സൂക്ഷ്മമായി പരിശോധിക്കുന്നുണ്ട്. അവർ ചില അഭയ കേസുകൾ താൽക്കാലികമായി നിർത്തിവെക്കുകയും ഗ്രീൻ കാർഡ് അവലോകനങ്ങൾ സൂക്ഷ്മമായി പരിശോധിക്കുകയും ചെയ്യും. ഈ സംവിധാനം ഉപയോഗിക്കുന്നതിന് അപേക്ഷകൻ സ്ഥിരീകരിച്ച ഇമെയിൽ വിലാസം ഉപയോഗിച്ച് മൈ USIS അക്കൗണ്ട് സൃഷ്ടിക്കണം. പുതിയ അപേക്ഷകൾ നേരിട്ട് ഓൺലൈനായി നൽകാം, അല്ലെങ്കിൽ തപാൽ വഴി നൽകിയ അപേക്ഷകളെ ഒരു ഓൺലൈൻ ആക്സസ് കോഡ് ഉപയോഗിച്ച് ഈ അക്കൗണ്ടുമായി ബന്ധിപ്പിക്കാം. സമർപ്പിച്ച ശേഷം ഫീസ് ഉടൻ അടയ്ക്കാനും അതിന്റെ സ്ഥിരീകരണം അപ്പോൾ തന്നെ നേടാനും സാധിക്കും. തൊഴിലധിഷ്ഠിതമായും കുടുംബാംഗങ്ങൾ വഴിയും ധാരാളം അപേക്ഷകൾ നൽകുന്ന ഇന്ത്യൻ കുടിയേറ്റക്കാർക്ക് ഈ ഡിജിറ്റൽ സംവിധാനം വലിയ ആശ്വാസമാണ്. തപാൽ വൈകുന്നത് മൂലമുള്ള പ്രശ്നങ്ങൾ ഒഴിവാക്കാനും ഒന്നിലധികം ഫോമുകൾ, ഉദാഹരണത്തിന് I-140, I-485, N-400 ഒരൊറ്റ ഡാഷ്ബോർഡിലൂടെ നിയന്ത്രിക്കാനും ഇത് സഹായിക്കും. ഡിജിറ്റൽ സംവിധാനം ആയതുകൊണ്ട് തന്നെ ഓരോ അപേക്ഷയും സമർപ്പിക്കുന്ന സമയവും ഡെഡ്ലൈനുകളും കൃത്യമായി രേഖപ്പെടുത്തപ്പെടും. രേഖകളിലെ പിശകുകളോ മറുപടി നൽകുന്നതിലെ കാലതാമസമോ സിസ്റ്റം വേഗത്തിൽ തിരിച്ചറിയും. അതിനാൽ രേഖകളുടെ ഗുണനിലവാരത്തിലും കൃത്യസമയത്ത് മറുപടി നൽകുന്നതിലും അപേക്ഷകർ കൂടുതൽ ജാഗ്രത പാലിക്കേണ്ടതുണ്ട്. ഈ സംവിധാനം മൊബൈൽ ഫോണുകളിൽ ഉപയോഗിക്കാൻ എളുപ്പമുള്ളതും അപേക്ഷയിലെ പിഴവുകൾ സ്വയം പരിശോധിക്കുന്നതും അപ്ഡേറ്റുകൾ അറിയിക്കുന്നതുമാണ്. കൂടാതെ ഇലക്ട്രോണിക് I-95 എൻട്രി റെക്കോർഡുകൾ എളുപ്പത്തിൽ ലഭ്യമാക്കുന്നത് ഗ്രീൻ കാർഡ്, വർക്ക് പെർമിറ്റ് അപേക്ഷകൾ കൂടുതൽ ലളിതമാക്കുകയും ചെയ്യുന്നുണ്ട്. നിയമവിദഗ്ധരും സാമൂഹിക പ്രവർത്തകരും ഇതിനെ ഡിജിറ്റൽ ഗ്രീൻ കാർഡ് വിപ്ലവം എന്നാണ് വിശേഷിപ്പിക്കുന്നത്. ഇത് നടപടിക്രമങ്ങളിൽ സുതാര്യത ഉറപ്പാക്കുകയും ദൂരസ്ഥലങ്ങളിൽ താമസിക്കുന്നവർക്കും കുറഞ്ഞ വരുമാനക്കാർക്കും ഇമിഗ്രേഷൻ പ്രക്രിയ കൂടുതൽ എളുപ്പമാക്കുകയും ചെയ്യും.